കൊറേ കാലം കൊണ്ട് കോഡിംഗ് പരിപാടി കിടക്കുമല്ലേ. ഇപ്പൊ എ ഉള്ളോണ്ടേ അല്ല ടെൻഷൻ ഇല്ല. മനസ്സിലായി. 10 പേര് ചെയ്യേണ്ടവർക്ക് 5 പേര് ചെയ്താൽ മതി, ബാക്കി എ അങ്ങ് വിഴുങ്ങിക്കോളൂ. അല്ല നീ എന്താ ജോബ് റിസൈൻ ചെയ്തേ? ഇപ്പൊ നമ്മുടെ കമ്പനിയുടെ ഗ്രോത്ത് വെച്ച് ഫ്യൂച്ചറിൽ നല്ല സ്കോപ്പ് ഉള്ളതാണ്. പിന്നെ എന്തിനാ താൻ റിസൈൻ ചെയ്യുന്നത്? മനുഷ്യനേക്കാൾ ബുദ്ധി ലോകത്ത് ഒന്നിനും ഇല്ലെന്ന് വിശ്വസിക്കുന്ന ഒരുത്തനാണ് ഞാൻ. പക്ഷെ അതിനേക്കാൾ സ്മാർട്ട് ആയിട്ടുള്ള ഒന്നാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എ ഉണ്ടാക്കിയത് തന്നെ മനുഷ്യരാണ്. ആ എക്ക് ചില മനുഷ്യരെക്കായി നോളജ് വേണം, അത്ര തന്നെ. ഫ്യൂച്ചറിൽ എയുടെ വളർച്ചയെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ വേണം എ കൺട്രോൾ ചെയ്യാൻ, ഒരിക്കലും എ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന രീതി ആവരുത്. ഓക്കെ സതീഷ്, ഓൾ ദ ബെസ്റ്റ്. ഞാൻ ജോബ് റിസൈൻ ചെയ്ത് പുറത്തിറങ്ങിയപ്പോൾ ഉണ്ടല്ലോ, മാത്സിന്റെ ഇക്വേഷൻ അല്ലേടാ, ചാറ്റ്ജിപിറ്റി ഇല്ലേ, അത് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്തോളും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. പിന്നെ ഞാൻ അജീഷ് അണ്ണ കാണാൻ പോയി. യൂട്യൂബറെ ഇന്ന് വീഡിയോ ഷൂട്ടൊന്നും ഇല്ലേ? ഓ കണ്ടന്റൊക്കെ ക്ഷാമാടാ. ഏതൊരു ത്രെഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതിപ്പം ഡെവലപ്പ് ചെയ്ത് തരും. കൊള്ളാം. ഇങ്ങനെ പോയ ഫ്യൂച്ചർ എന്നെ ക്രിയേറ്റിവിറ്റി ഒക്കെ നഷ്ടപ്പെടുമല്ലോ അണ്ണാ. എടാ നീ എന്ത് പറഞ്ഞു വരുന്നേ? എടാ ChatGPT AI ഒക്കെ എല്ലാവരും ഗുണമുള്ളതല്ലേ? ഗുണമൊക്കെ തന്നെ. ഫ്യൂച്ചറിൽ മോസ്റ്റ് ഡേഞ്ചർ ചേഞ്ചസ് ഒക്കെ വരുത്താൻ പോകുന്നത്. നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാനാ, എല്ലായിടത്തും പറഞ്ഞ് വാണിംഗ് ചെയ്യാനേ പറ്റും.